ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ കായികമായി നേരിട്ട സുരേഷ് ഗോപിയുടെ പരിപാടി ഒരൊറ്റപ്പെട്ട സംഭവമേ അല്ല. സംഘി ജനപ്രതിനിധികൾക്കിടയിൽ വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്ന ഗുരുതരമായ ഒരു പകർച്ചവ്യാധിയാണത്. സുരേഷ് ഗോപി ഇവിടെ ഈ പരാക്രമം കാട്ടിയതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ രത്നഗിരി MP-യായ നാരായൺ റാണെ BJPയുടെ തലപ്പൊക്കമുള്ള നേതാവാണ്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോട് വളരെ മോശമായി പെരുമാറുകയും അവരുടെ മൈക്ക് പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്ത ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കായികമായി മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്ത് തുടങ്ങുന്ന മാനസികാവസ്ഥയിലേക്ക് അസഹിഷ്ണുക്കളായ സംഘി ജനപ്രതിനിധികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇത് സുരേഷ് ഗോപിയിലോ ഈ നാരായൺ റാണയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇതിനു തൊട്ടു മുമ്പ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് BJPക്കാരുടെ കൺകണ്ട ദൈവം, പീഡനത്തിൻ്റെ അപ്പോസ്തലൻ, അങ്ങനെയുള്ളവരാണല്ലോ കൺകണ്ട ദൈവമായി മാറുന്നത്. അദ്ദേഹത്തോട് ചോദ്യങ്ങളുമായി ചെന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതും അവരുടെ മൈക്ക് തൊട്ടു മുന്നിൽ നിൽക്കെ ആ കാറിൻ്റെ ഡോറ് വലിച്ചടച്ചതും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ആ വനിതാ മാധ്യമ പ്രവർത്തകർ രക്ഷപ്പെട്ടതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഈ ജനപ്രതിനിധികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇവരുടെയൊക്കെ ആശാനായ നരേന്ദ്രമോദി, അദ്ദേഹം പിന്നെ വാർത്താ സമ്മേളനം നടത്താത്തത് കൊണ്ട് ആരോടും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അബദ്ധത്തിൽ ഒരു വാർത്താ സമ്മേളനം അങ്ങ് അമേരിക്കയിൽ പോയി നടത്തിയത് ഓർമ്മയില്ലേ? അന്ന് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ പിന്നീട് സംഘികൾ സൈബർ ഇടങ്ങളിൽ വേട്ടയാടിയത് എങ്ങനെയാണ് എന്ന് ഈ രാജ്യം കണ്ടതല്ലേ? അന്ന് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് സംഘികൾക്ക് അവർക്കെതിരായ സൈബർ ആക്രമണം നിർത്തിവെക്കേണ്ടി വന്നത്. വളരെ മോശമായ അനുഭവം ആ വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കുണ്ടായി. പിന്നീട് ഈ പാർലമെൻറ്റിനകത്ത് ചെങ്കോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ അമിത്ഷായ്ക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച തമിഴ് മാധ്യമ പ്രവർത്തകനെ ഓർമ്മയില്ലേ? ആ വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ വാർത്തയുടെ തൊട്ടു പിന്നാലെ ചേർക്കുന്നുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി. അന്ന് അമിത്ഷാ ക്ഷുഭിതനായി. പിന്നീട് ആ മാധ്യമ പ്രവർത്തകൻ്റെ പണി തെറിപ്പിച്ചു. ആ മാധ്യമ പ്രവർത്തകനെതിരെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം സംഘികൾ നടത്തി. അപ്പോൾ ഇതൊരു അസഹിഷ്ണുത എന്ന് പറയുന്ന പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത സൂക്കേടാണ്. അത് നരേന്ദ്രമോദിയിൽ തുടങ്ങി ഇങ്ങേ അറ്റത്തെ ചെറിയ ശാഖയിലുള്ള സംഘിക്കുഞ്ഞിന് വരെ ഉണ്ടായിരിക്കുന്ന ഒരു വല്ലാത്ത തരം പ്രശ്നമാണത്. അതുകൊണ്ട് സുരേഷ് ഗോപിയുടേത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല, നാരായൺ റാണയുടേത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. ആളുകളെ കായികമായി കയ്യേറ്റം ചെയ്യുക, മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചാൽ, ഇപ്പോൾ മാധ്യമപ്രവർത്തകർ എന്തൊരു മൈക്കുമായി എല്ലാവരുടെയും അടുത്തേക്ക് പോകുന്നു എന്ന് ന്യായമായി നമുക്ക് ചോദിക്കാം. അത് ശരിയല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. വേണ്ടയിടത്തും വേണ്ടാത്ത ഇടത്തുമെല്ലാം ആളുകൾ വഴി നടന്നു പോകുമ്പോഴെല്ലാം മൈക്ക് കൊണ്ടുവച്ച് കുത്തിത്തിരികുന്ന പരിപാടി അത്ര നല്ലതല്ല തന്നെ. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇല്ല, ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് മാന്യമായ ഭാഷയിൽ പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ മടക്കി വിടാമല്ലോ. അതിനു പകരം അവരെ കായികമായി നേരിടാൻ തുടങ്ങുകയാണ്. കാരണം അവർ ആ മൈക്കം നീട്ടി ചോദിക്കുന്ന ചോദ്യം അത്രമേൽ തങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്നതാണ് എന്നിവർ തിരിച്ചറിയുന്നു. ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങളാണ് എന്നവർ തിരിച്ചറിയുന്നു. ഇതിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണെങ്കിൽ ഇവർ അവിടെ നിന്ന് ഉത്തരം പറഞ്ഞിട്ട് പോകുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണെങ്കിൽ എത്ര മൈക്ക് നമ്മുടെ വായിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നാലും അതിന് ഉത്തരം പറയാൻ തയ്യാർ. അതല്ല എങ്കിൽ കായികമായി നേരിടുക എന്ന നിലയിലേക്ക് മാറുന്നു. അതാണ് ഈ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കായികമായി നേരിടാൻ തയ്യാറാകുന്ന നിലയിലേക്ക് സുരേഷ് ഗോപിയും നാരായൺ റാണയും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും ഒക്കെ മാറുന്നത് അവർ ചോദ്യങ്ങളോട് കൃത്യമായി ഉത്തരം നൽകാൻ കഴിവില്ലാത്തവരായി മാറുന്നത് കൊണ്ടാണ്, അവർക്ക് ഉത്തരം മുട്ടുന്നത് കൊണ്ടാണ്. അവിടെയാണ് പ്രശ്നം. അതിനാണ് യഥാർത്ഥത്തിൽ BJPയുടെ ദേശീയ നേതൃത്വം പരിഹാരം കാണേണ്ടത്. സംഘി മാധ്യമ പ്രവർത്തകരെ മാത്രം തിരഞ്ഞെടുത്ത് ഷാജിയെ സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനായി നിർദ്ദേശമൊക്കെ കൊടുത്തുവച്ച് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഷാജിയുടെ ആപ്പീസ് പൂട്ടുന്ന ചോദ്യം തമിഴ് മാധ്യമ പ്രവർത്തകന്റെ വക. Now the southern India people have shut the door for the BJP
for the चलिए मैं समझ गया, हो गया आपका सवाल। नेक्स्ट। और सर वो आपका कोई रिएक्शन नहीं है क्या सर? चलिए, मैंने कहा ना आज राजनीति की चर्चा नहीं करनी है भाई, आप इतना सुनकर भी इतने सन्नीय पत्रकार होकर करते हैं। ദിനമലർ പത്രത്തിലെ വെങ്കിട്ടരാമനാണ് അമിത്ഷായോട് ഈ ചോദ്യം ചോദിച്ചത്. ദിനമലർ പത്രം AIDMKയോടും BJPയോടുമൊക്കെ വലിയ അനുഭാവം പുലർത്തുന്ന തമിഴ് പത്രമാണ്. ആ പത്രത്തിൻ്റെ റിപ്പോർട്ടറായതുകൊണ്ട് തന്നെ വെങ്കിട്ടരാമനെ ചോദ്യം ചോദിക്കാൻ തിരഞ്ഞെടുത്തു. ഷാജിയെ സുഖിപ്പിക്കുന്ന ചോദ്യമായിരിക്കും വെങ്കിട്ടരാമനിൽ നിന്ന് വരുന്നത് എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ അടുത്തിരുന്ന രണ്ട് മന്ത്രിമാരുമൊക്കെ അങ്ങനെ ആവേശത്തോടു കൂടി തലകുലുക്കി ആ വരട്ടെ വരട്ടെ, ഷാജിക്ക് ഇപ്പോൾ തന്നെ സുഖിപ്പിക്കുന്ന ഉത്തരം പറയാമല്ലോ എന്നു കരുതിയിരിക്കുമ്പോഴാണ് അതിൻ്റെ തുടർച്ചയായ ഒരു ചോദ്യം വരുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPയെ പടിയടച്ച് പിണ്ടം വെച്ചല്ലോ എന്ന്. തീർന്നില്ലേ? എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അമിത്ഷാ. അയ്യോ സാർ, എന്താ ഇതിന് ഉത്തരം പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയാൻ ഈ വാർത്താ സമ്മേളന വേദി ഉപയോഗിക്കുന്നില്ല എന്ന്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് പറയാൻ വിളിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രീയ ചോദ്യങ്ങളല്ലാതെ പിന്നെ എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക? ഇപ്പം ദിനമലർ പത്രത്തിൻ്റെ റിപ്പോർട്ടറായതുകൊണ്ട് തന്നെ അദ്ദേഹം BJPക്കാരെ സുഖിപ്പിച്ച് മാത്രമേ ചോദ്യം ചോദിക്കുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയാണ് അസ്ഥാനത്തായത്. ചോദ്യം ചോദിച്ച് തുടങ്ങിയതൊക്കെ അങ്ങനെ തന്നെയാണ്. അമിത്ഷാജിക്ക് വണക്കമൊക്കെ പറഞ്ഞ് ഈ ചെങ്കോലിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞത് കേട്ടു. ചോള രാജവംശത്തിൻ്റെ പാരമ്പര്യമെന്നാണ് അങ്ങ് വിശദീകരിച്ചത്. അത് ചോള രാജവംശത്തിൻ്റെ മാത്രമല്ല, ചേരന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ഒക്കെ അധികാരമാറ്റത്തിൻ്റെ അടയാളമായി ഈ ചെങ്കോൽ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഷാജിയും അടുത്തിരുന്ന മന്ത്രിപുങ്കവന്മാരും ഇങ്ങനെ കോരിത്തരിച്ചു. ഓഹോ, ഇതാ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പിന്തുണയുമായൊരു ചോദ്യം വരുന്നേ എന്നുള്ള സന്തോഷത്തിലിരുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഗതി മാറുന്നതും അമിത്ഷാ അതിന് ഉത്തരം പറയാതെ ഒളിച്ചോടുന്നതും. അമിത്ജി വണക്കം. Dinamalar Venkataraman from Dinamalar. You made very elaborate details about the Sengol. It's not only from Chola kingdom, it's the rulers of Tamil Nadu, Pandya, Chera Chola Pandya, everybody was using the Sengol when transits of power. And also indicate how a king has to rule the country, which indicates to the people of the entire southern India. Now, the southern India people have shut the door for the BJP for the चलिए मैं समझ गया, हो गया आपका सवाल। नेक्स्ट। और सर वो आपका कोई रिएक्शन नहीं है क्या सर? चलिए, मैंने कहा ना आज राजनीति की चर्चा नहीं करनी है भाई, आप इतना सुनकर भी इतने सन्नीय पत्रकार होकर करते हैं।